അങ്ങനെ പോർച്ചുഗൽ കിരീടം ചൂടി. അതെ, സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കിരീടം ചൂടിയത്. കുറേ പേര് പറഞ്ഞായിരുന്നല്ലോ, വേൾഡ് കപ്പ് അടുത്ത തവണ നേടാൻ സാധ്യതയുള്ള ഒരു ടീം വേൾഡ് കപ്പ് ഓൾറെഡി നേടുമെന്ന് പറഞ്ഞവരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒറ്റ ഇതിൽ പറയാം, നിങ്ങൾ പറഞ്ഞ അതേ ടീമിനെ തന്നെ പോർച്ചുഗലിനെക്കാട്ടി കൂടുതൽ ഫൈനൽ വിജയിക്കുമെന്ന് പറഞ്ഞ് സ്പെയിനെ തന്നെ അടിച്ച് തകർത്തിട്ടുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും കിടിലൻ പോരാട്ടം തന്നെയായിരുന്നു സ്പെയിനും പുറത്തെടുത്തത്. അതിനെക്കുറിച്ചൊരു സംശയവുമില്ല. പറയാം, 2-2 മത്സരം സമനിലയായിട്ട് പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 5-3 ഒരു സ്കോറിൽ പോർച്ചുഗൽ വിജയിച്ച് കയറുകയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ന്യൂനോ മെൻഡസൊക്കെ പോർച്ചുഗലിന് വേണ്ടി ഗോൾ നേടി എന്നുള്ളതാണ്. റൊണാൾഡോ വീണ്ടും ഒരിക്കൽ കൂടി ഗോൾ നേടി. പിന്നെ എടുത്തു പറയേണ്ടത് ന്യൂനോ മെൻഡസിന്, ലെഫ്റ്റ് ബാക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഫൈനൽ മാച്ചിൽ. എന്തായാലും ഒരു മികച്ച പ്രകടനം. അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂനോ മെൻഡസ് ആണ്. യമാലിനെ പൂട്ടാൻ ഒരു പ്രധാന പങ്ക് വെച്ച ഒരു താരം തന്നെയാണ് ന്യൂനോ മെൻഡസ്. അബിങ്ങിൽ യമാൽ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് തന്നെയാണ് ന്യൂനോ മെൻഡസ്. താനിപ്പോൾ UCL രാജാക്കന്മാരാണ്, അതേ ആ ക്ലബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. PSG വീണ്ടും ആൾക്ക് വേറൊരു കിരീടവും കൂടി നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ന്യൂനോ മെൻഡസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പറയാമെന്തോ 40-ാം വയസ്സിൽ ഒരു കിരീടവും കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്, അത് നേഷൻസ് ലീഗ് 2ാം തവണ നേടുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ പോർച്ചുഗലിന് വേണ്ടി 3 കിരീടങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുമുണ്ട്. എന്തായാലും ഒരു മികച്ച മത്സരം വിജയിച്ച് കയറി. അതേ, സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ട് നീക്കോ വില്യംസ്, ലാമിൻ യമാൽ തുടങ്ങിയുള്ള സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഇതാ പോർച്ചുഗൽ 2025 നേഷൻസ് ലീഗിൽ കിരീടം ചൂടിയിട്ടുണ്ട്.